ബിയോട്ടിമാക്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ബിയോട്ടിമാക്സ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് എങ്ങനെ നമുക്കൊരു ട്രെഡ്മില്ലിൻ്റെ സഹായത്തോടെ അളന്ന് നമ്മുടെ ഏജിനനുസരിച്ച്, നമ്മുടെ വെയ്റ്റിനനുസരിച്ച്, നമ്മൾ പുരുഷനോ സ്ത്രീയോ എന്ന് അനുസരിച്ച് അതിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് അളന്നെടുക്കുവാനും അതിലൂടെ നമുക്ക് നമ്മുടെ ആയുസ്സോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ നിലവാരമോ നമുക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്നോ എത്രമാത്രം നമ്മൾ ജീവിക്കുമെന്നൊക്കെ അളക്കാനുള്ള ഒരു ഉത്തമ ഇൻഡിക്കേറ്ററായിട്ടാണ് ബിയോട്ടിമാക്സ് കണക്കാക്കപ്പെടുന്നത്. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വളരെ ഈസിയായിട്ട് ഇവിടെ നമുക്ക് പറയാൻ കഴിയും. അതായത് ട്രെഡ്മിൽ നമുക്കൊരു ട്രെഡ്മിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു മാക്സിമം നടക്കാവുന്ന സ്പീഡിൽ നിന്ന് 7 or 8 വെച്ചിട്ട് 8 or 7 വെച്ചിട്ട് നമുക്ക് ഒരു 1.5 കിലോമീറ്റർ കറക്റ്റ് എത്ര മിനിറ്റ് കൊണ്ട് ഓടി അല്ലെങ്കിൽ നടന്ന് നല്ല സ്പീഡിൽ നടന്ന് കഴിയുമ്പോൾ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് നോക്കുക. അതിനകത്ത് തന്നെ ഹാർട്ട് റേറ്റും വരും. ഇത് മൂന്നും കണക്കിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു ഫോർമുല ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ഫോർമുലയിലൂടെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ നമുക്ക് ഒരു 32 to 45 വരെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ആസ് പെർ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് 45 to മുകളിലോട്ടൊക്കെ എക്സലൻ്റ് ആണ്. അത് സ്പോർട്സ് ബോഡിയിലൊക്കെ വരത്തുള്ളൂ. സ്പോർട്സ് ബോഡി അതിനൊക്കെ അങ്ങനെയുള്ള നല്ല വ്യക്തമായ നല്ല ശക്തിയുള്ള എന്നും വളരെയധികം ബോഡി കപ്പാസിറ്റി ഉള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു റേറ്റിംഗ് ആണ്. സാധാരണ ഉള്ളവർക്കാണെങ്കിൽ അതൊരു 33, 25 to 33, 34, 50 ഒക്കെ നിൽക്കും. 34 to 44 ഒക്കെയാണെങ്കിൽ എക്സലൻ്റ് ആണ്. സാധാരണ ബോഡികൾക്ക് അത് കിട്ടുന്നത് വളരെയധികം നല്ലതാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കി നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അത് ഒരു പരിധിവരെ നമുക്കത് കൺട്രോളബിളായിട്ട് കൊണ്ടുവരാൻ കഴിയും. അത് നല്ലൊരു റേറ്റിങ്ങിലോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. താങ്ക് യു.